ഡോക്ടർ, ഈ മൈഗ്രെയിനും സൈനസൈറ്റിസും ഒക്കെ വിട്ടുമാറാതെ ആവർത്തിച്ചു വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? തലവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് തലവേദന. അപ്പോൾ തലവേദനയുടെ കാരണം അറിഞ്ഞ് വേണം നമുക്ക് ചികിത്സിക്കാൻ. കുറേ നേരം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് തലവേദന ഉണ്ടാകാം, വെയിൽ കൊണ്ടുന്നതുകൊണ്ട് തലവേദന ഉണ്ടാകാം, സ്ട്രെസ് ഒരു ഫാക്ടറാണ്, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാകും. മൈഗ്രെയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലർക്കാണെങ്കിൽ കൂടുതൽ നേരം വെയിൽ കൊള്ളുമ്പോഴായിരിക്കും തലവേദന വരിക. ചിലർക്ക് ചില പ്രത്യേക തരം ആഹാരം കഴിക്കുമ്പോൾ, ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അജിനോമോട്ടോ ചേർന്ന ഫുഡുകൾ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ തലവേദന ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളാണ് കൂടുതലും മൈഗ്രെയിൻ അഫക്റ്റ് ചെയ്യുന്നത്. ഇതിന് മെയിൻ കാരണം ഹോർമോണൽ വേരിയേഷൻസ് ആണ്. PCOD പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നവർക്ക് വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് കാരണമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആയുർവേദത്തിൽ അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം വീക്കായിരിക്കുന്നത് രോഗങ്ങളുടെ പ്രധാന കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ മൈഗ്രെയിനും ഒരു പ്രധാന കാരണം ഡൈജസ്റ്റീവ് ഡിസീസസ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൈജഷനെ കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് കഴിക്കുക. ആയുർവേദത്തിൽ മൈഗ്രെയിന് കൃത്യമായ ഔഷധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശീലിക്കേണ്ട കുറച്ച് പഥ്യങ്ങൾ, ആഹാരത്തിലാണെങ്കിലും വിഹാരത്തിലാണെങ്കിലും കുറച്ച് പ്രത്യേകതരം പഥ്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. പിന്നെ തലയിൽ തേക്കുന്ന ചില എണ്ണകളുടെ ഉപയോഗവും പറയുന്നുണ്ട്. രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി കൃത്യമായ തൈലങ്ങൾ തലയിൽ തേക്കുകയും ചെയ്താൽ നമുക്ക് മൈഗ്രെയിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. സൈനസൈറ്റിസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ മറ്റൊരു രീതിയിലാണ് ചെയ്യേണ്ടത്. സൈനസുകൾ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള ചില വായു അറകളാണ്. ആ സൈനസുകൾ സ്വാഭാവികമായിട്ട് കഫം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ ഈ സൈനസുകൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ ഈ കഫം അവിടെ കെട്ടിക്കിടക്കുകയും അതിൽ നീർക്കെട്ടുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് വിട്ടുമാറാത്ത തലവേദന, മൂക്കടപ്പ്, ശ്വാസോച്ഛ്വാസത്തിൽ ദൗർഗന്ധ്യം, അങ്ങനെ പല ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. വല്ലപ്പോഴും ഉണ്ടാകുന്ന സൈനസൈറ്റിസുകളാണെങ്കിൽ നമുക്ക് മരുന്നിൽ കൂടെ തന്നെ മാറ്റാവുന്നതാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ ചികിത്സ ചെയ്യേണ്ടത് നമുക്ക് ആ കഫത്തിനെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയുകയാണ് വേണ്ടത്. ഇതിന് ചെയ്യുന്ന ഒരു പ്രത്യേക പഞ്ചകർമ്മ ചികിത്സാ വിധിയാണ് നസ്യം. മൂക്കിലേക്ക് പ്രത്യേകതരം മരുന്നുകൾ ഒഴിച്ച ശേഷം വിയർപ്പിച്ച് കഫത്തെ തുപ്പിക്കളയിക്കുന്ന രീതിയാണ് നസ്യത്തിൽ അനുഷ്ഠിക്കുന്നത്. ഇത് ഒരു കൃത്യമായ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയാണ്.